IT മേഖലയിൽ കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് ചിറക് നൽകി കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. ദുബായ് ക്യാബിനറ്റ് കാര്യമന്ത്രി മുഹമ്മദ് അൽ ഗർഗാവി മുഖ്യാതിഥിയായിരിക്കും. രണ്ടാം ഘട്ടത്തിന് നിർമ്മാണോദ്ഘാടനവും ഇന്ന് നടക്കും. സനൂപ് ശശിധരൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. സനൂപ്, 11 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം, ഒപ്പം തന്നെ സ്മാർട്ട് സിറ്റി രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം, ഈ രണ്ട് ചടങ്ങുകളാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ IT കുതിപ്പിന് വലിയ വേഗം പകരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി. പ്രത്യേകിച്ച് ഇൻഫോ പാർക്കിനോട് ചേർന്ന് തന്നെയാണ് സ്മാർട്ട് സിറ്റി വരുന്നത്. ബാംഗ്ലൂർ പോലുള്ള മഹാനഗരങ്ങൾ ഇന്ത്യയിലെ IT ഹബ്ബായി മാറുമ്പോൾ അത് ഇനി കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സ്മാർട്ട് സിറ്റി എന്ന പദ്ധതിയോടുകൊണ്ട് തന്നെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. 2004 ഇത് സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചത്. തുടർന്ന് 12 വർഷം നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിലെത്തിയിരിക്കുന്നത്. 34 മാസം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി 34 മാസം കൊണ്ടാണ് ആദ്യഘട്ടത്തിന്റെ പ്രവർത്തനോദ്ഘാടനത്തിലേക്ക് വരുന്നത്. എടുത്തു പറയേണ്ടത്, ആദ്യഘട്ടത്തിൽ 27 കമ്പനികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 27 കമ്പനികളാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുക. 5500 പേർക്ക് നേരിട്ട് ജോലി ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കും. മാത്രമല്ല, രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണവും തുടങ്ങുന്നു. 3 ഘട്ടങ്ങളായിട്ടാണ് സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. മൂന്നാം ഘട്ടം 2020. ഞാൻ സനൂപിലേക്ക് തിരികെ എത്താം. പി രാജീവ്, CPM ജില്ലാ സെക്രട്ടറി, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി രാജീവ്, VS അച്യുതാനന്ദൻ പരിപാടി ബഹിഷ്കരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന കാര്യം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ചിറക് വിരിക്കാൻ പോകുന്നത്. LDF സർക്കാരിനും അതിൽ ചെറുതല്ലാത്ത വലുതായ ഒരു ഇടപെടൽ സംഭാവന ഇതിനകത്തുണ്ട് താനും. അങ്ങനെ ഒരു അവസരത്തിൽ ഈ പരിപാടി ബഹിഷ്കരിക്കേണ്ടതായിരുന്നു. അതിന് മുഖ്യമന്ത്രിയോടൊപ്പം അഴിമതി നടത്തിയിട്ട് മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം VS ഈ പരിപാടിയിൽ നിന്ന് വിട്ടുകൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒപ്പുവെച്ച ഒരു പദ്ധതിയാണ് ഇത്രയും വൈകിപ്പിച്ച് ഒരു പ്രകസനം എന്ന രൂപത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ ഈ സ്മാർട്ട് സിറ്റി LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. അത് പ്രായോഗികമാക്കുന്നതിനെ എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നവരാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ വൈകലുകൾ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള പ്രക്ഷോഭമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് നടന്നിട്ടില്ല. കല്ലിടുമ്പോൾ 18 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടം 40-44 മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഒന്നാം ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ പോലും കേവലം 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. 90,000 തൊഴിൽ സൃഷ്ടിക്കുന്ന മേഖലയ്ക്കകത്ത് കേവലം 5000 തൊഴിലാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ പറയുന്ന കമ്പനികൾ തന്നെ ഏതൊക്കെ പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ഇത്രയും വൈകിയതിനെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഴിമതി വിരുദ്ധരായിട്ടുള്ള മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അഴിമതിക്കാരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും പരിപാടിയിൽ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നേതാവ് എന്ന നിലയിൽ ഒപ്പം പങ്കിടേണ്ടതില്ല എന്ന തീരുമാനമായിരിക്കും VS ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലേക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. CEO ശ്രീ ബാജു ജോർജും ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാജു ജോർജ്, വിഭാവനം ചെയ്ത സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പൂർത്തീകരണത്തിന്റെ എത്ര ശതമാനമാകും ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്? എത്രമാത്രം പ്രതീക്ഷയുണ്ട്? ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും എങ്കിലും ഇതിന്റെ പ്രവർത്തനം എന്നു മുതൽ തുടങ്ങാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്? നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ മിനിമം ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു അംശം മാത്രമേ വരികയുള്ളൂ ഈ പറയുന്ന 6 ലക്ഷം സ്ക്വയർ ഫീറ്റ്. എങ്കിൽ തന്നെയും ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ അനേക വർഷങ്ങളായി ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമുക്കിത് ആരംഭിക്കാൻ കഴിഞ്ഞു. വി ഗോട്ട് എ ഗുഡ് സ്റ്റാർട്ട് എന്ന് തന്നെയല്ല, ഒരു വളരെ ശോഭനമായ ഒരു phase 2 കൂടെ നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിയുകയാണ്. 7ഓളം മറ്റ് ബിൽഡിംഗ്സ് വരുന്നു. അതിൽ 3 ഓൾറെഡി ബിൽഡിംഗ് പെർമിറ്റ് ലഭിച്ചു കഴിഞ്ഞു. സോ അടുത്ത 36 ഇതുവരെയും വന്ന് താമസങ്ങൾ വന്നു. ശരിയാണ്, രാജ്യം പറഞ്ഞ പൂർണ്ണമായും ശരിയാണ്. അതിന് പലരുടെയും ഡിലേസ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ പരിചയക്കുറവുകൊണ്ടായിരിക്കാം. നമുക്ക് എല്ലാവർക്കും ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ തടസ്സങ്ങൾ, നമ്മൾ മുൻകാണാത്ത തടസ്സങ്ങളുണ്ടായി. എങ്കിൽ തന്നെയും തുടങ്ങാൻ കഴിഞ്ഞു. ഇനി അത് മുന്നോട്ട് പോകും. മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. നിർമ്മാണങ്ങളൊന്നും ആവശ്യത്തിനൊത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ തെരഞ്ഞെടുപ്പിന് മുമ്പായി വളരെ പെട്ടെന്ന് നടത്തുന്ന പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ശ്രീ ബാജു ജോർജ്.
എന്നത് ശരിയല്ല. കാരണം ഈ പ്രോജക്റ്റ് കേരള ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണ്. പല പാർട്ടികൾ ഭരിച്ചപ്പോഴും എക്കാലവും കേരള സർക്കാരിന് എക്കാലവും പ്രിയമായ, എക്കാലവും കേരള സർക്കാർ വിശ്വസിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഈ ഫേസ് 1 ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 3.7 കിലോമീറ്റർ 4 ലൈൻ റോഡ് പൂർത്തിയാക്കി. മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പാലം, സബ്സ്റ്റേഷൻ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആദ്യമായും ബിൽഡിംഗ് കൂടാതെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫേസ് 1ന്റെ കംപ്ലീഷനാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് 1ന്റെ കംപ്ലീഷനോടൊപ്പം തന്നെ ഇനി ഇത് പിന്നോക്കമില്ല, ഇനി തടസ്സങ്ങളില്ല. ഇനിയും വരുന്ന ഗവൺമെന്റ് ആയാലും ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കേരളത്തിന് ഇതുപോലത്തെ അനേകം പ്രോജക്റ്റുകൾ ആവശ്യമാണ്. നമ്മുടെ ഈ ഭാവിയിലേക്കുള്ള വളർച്ചയ്ക്ക് വേണ്ടി, നോളജ് ഇൻഡസ്ട്രിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ യങ്സ്റ്റേഴ്സിന് സഹായകരമായ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പം അടുത്ത ഭരണം ആരായാലും എക്കാലവും കേരള സർക്കാർ ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യും. റൈറ്റ്, താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജോസഫ് സി മാത്യു, മുൻ IT ഉപദേഷ്ടാവ് കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, കേരളത്തിന്റെ വാണിജ്യപരവും വ്യാവസായികവുമായ വളർച്ചയ്ക്ക് എത്രത്തോളം ആക്കം കൂട്ടുന്നതാണ് സ്മാർട്ട് സിറ്റി പദ്ധതി? വിഭാവനം ചെയ്ത പദ്ധതിയുടെ എത്ര ശതമാനമാകും ഇന്ന് സമർപ്പിക്കാൻ കഴിയുന്നത്? രണ്ട് കാര്യമില്ല. ഒന്ന്, 90,000 പേർക്ക് ജോലി കിട്ടുക, അതിനനുസരിച്ചുള്ള IT കയറ്റുമതി എന്ന് പറയുന്നത് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ അത്ര ചെറുതായ ഒന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് വിഭാവനം ചെയ്തത് അത്തരത്തിലൊരു പദ്ധതിയായിട്ട് തന്നെയാണ്. ടെക്നോ പാർക്ക് പോലെ, ഇൻഫോ പാർക്ക് പോലെ ഒരു വിപുലമായ പദ്ധതിയായിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പോ ശ്രീ ബാജു പറഞ്ഞതിനോടുള്ള അഭിപ്രായ വ്യത്യാസം, കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു തടസ്സവും ബാക്കിയുണ്ടായിരുന്നില്ല. എല്ലാ തടസ്സങ്ങളും LDF സർക്കാരിന്റെ കാലത്ത് ഉന്നയിച്ചത്, അത് ന്യായമോ അന്യായമോ ആയിക്കോട്ടെ, ഇരുഭാഗത്തു നിന്നും ഉണ്ടായ എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കുകയും ഇനി തടസ്സങ്ങളൊന്നുമില്ല, 30 ദിവസത്തിനകം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാം എന്ന് രേഖാമൂലം ഉറപ്പുവാങ്ങുകയും ചെയ്ത് അതിനു വേണ്ടുന്ന എല്ലാ സാങ്ഷനുകളും നൽകിയ ശേഷമാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞത്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു തടസ്സവും ഇല്ലാതിരിക്കെ എക്സിക്യൂഷന്റെ പൂർണ്ണ ചുമതല PCOM-നാണ്, സ്മാർട്ട് സിറ്റിക്ക് പോലും അല്ല. അങ്ങനെ ആയിരിക്കെ 5 കൊല്ലം കൊണ്ട് ഈ 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത് ഇൻഫോ പാർക്കിന് കഴിഞ്ഞു, കൊരട്ടിയിൽ കഴിഞ്ഞു, ടെക്നോ പാർക്കിൽ കഴിഞ്ഞു എന്നൊക്കെ ഇരിക്കെ അതിന് യാതൊരു ന്യായീകരണവുമില്ല. ഈ രീതിയിലാണ് പദ്ധതി നടപ്പിലാകുന്നതെങ്കിൽ 1 നൂറ്റാണ്ട് കൊണ്ട് ഈ പദ്ധതി നടപ്പിലാകില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. 1ാം ഘട്ടം എന്നൊരു ഘട്ടമില്ല. അത് നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി ഇവർ പറയുന്നതാണ്. ഓരോ വർഷവും നിർമ്മിക്കേണ്ട കെട്ടിടങ്ങളും അതിൽ ITക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അനുപാതവും വളരെ കൃത്യമായി ഈ കരാറിൽ നിർവചിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവൃത്തി നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളും, അതായത് അഡീഷണലായി കൺസ്ട്രക്ട് ചെയ്യുന്ന സ്പേസിന്റെ IT അനുപാതം, അതൊക്കെ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം, ഒന്ന്, ഈ ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ മാൻഡേറ്റ് ഇല്ല. 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം പിന്നീട് അന്ന് നിലവിലുള്ള സർക്കാർ തീരുമാനിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴേ തീരുമാനിക്കുകയും അതിന്റെ വെറും 15% മാത്രം ITക്ക് മതി എന്ന് നിഷ്കർഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ ചില തീരുമാനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എത്രത്തോളം നടപ്പിലാകും എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷെ പദ്ധതി വൈകിയതിന്റെ കാര്യത്തിലും PCOM-ന് യാതൊരു ന്യായീകരണവും സത്യത്തിൽ കേരളത്തോട് പറയാനില്ല. ഇപ്പോഴും ഈ 6 ലക്ഷം ചതുരശ്ര അടി പ്രവർത്തന സജ്ജമായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്നത്തേക്ക് പ്രവർത്തന സജ്ജമാകുമെന്നും കൂടി അറിഞ്ഞാലേ എപ്പോഴും ഈ പദ്ധതി ആരംഭിക്കും എന്ന് പോലും നമുക്ക് പറയാൻ കഴിയുള്ളൂ. റൈറ്റ്, ശ്രീ ബാജു ജോർജ്, പദ്ധതിക്കെതിരെ ഉയരുന്ന പല ആക്ഷേപങ്ങളിൽ ചിലത് മാത്രമാണ് ശ്രീ ജോസഫ് സി മാത്യു ഉയർത്തിയത്. അതിന്റെ മറുപടി വേണം. ഒപ്പം ഈ 2ാം ഘട്ടത്തിന്റെ പൂർത്തീകരണവും ഇതുപോലെ കാലതാമസം എടുത്ത് തന്നെയാവുമോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ ഇപ്പോഴുണ്ടോ? ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഏതാനും മാസങ്ങൾ മുമ്പ് ഞാൻ ഇതിന്റെ ഒരു താൽക്കാലിക ചുമതല എടുക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കഴിഞ്ഞ ഏതാനും മാസത്തെ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ നിലയിൽ വളരെ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് ഈ പ്രോജക്റ്റിനെ ഒരു ടേൺ അറൗണ്ട് കിട്ടി. 47 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ബിൽഡിംഗ് പണിയുന്നതിനുള്ള തീരുമാനങ്ങളായി. അതിൽ 3 കെട്ടിടത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റ് വരെ ലഭിച്ചു കഴിഞ്ഞു. മറ്റ് 2 ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു പ്രയാണം
തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് മുമ്പോട്ടാണ്. പ്രയാസങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശരിയാണ്. അത് ആരെ എവിടെ എന്തുകൊണ്ട് എന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്താൽ നമ്മൾ ഇങ്ങ് എത്തുന്നില്ല. അതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ യൂട്ടിലൈസ് ഓൺലി ആൻ അക്കാഡമിക് എക്സസൈസ്. പക്ഷെ ഇനി ഭാവിയിലേക്ക് ഒരു തടസ്സമില്ലാതെ പോകുമെന്നാണ്, നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. മാത്രമല്ല സ്മാർട്ട് സിറ്റി കൊണ്ട് മാത്രം കേരളം മൊത്തം മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്മാർട്ട് സിറ്റി ഒരു നെഗറ്റിവിറ്റി കേരളത്തിന് തുടച്ചു മാറ്റും. കേരളത്തിൽ ഒന്നും നടക്കില്ല, എല്ലാവരും ഓടിപ്പോവുകയാണ്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയ സാഹചര്യമല്ല എന്നുള്ളൊരു നെഗറ്റീവ് ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റാൻ വൈകിയെങ്കിലും സ്മാർട്ട് സിറ്റിയുടെ ഒരു വിജയം ഒരു കാരണമാകും എന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. ശ്രീ ജോസഫ് സി മാത്യു, ലഭ്യമാകാൻ പോകുന്ന 1,00,000-അപ്പുറത്തുള്ള തൊഴിലവസരങ്ങളിൽ തന്നെയാണ് കേരളത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും. ഈ തൊഴിലവസരങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? ഉദ്യോഗാർത്ഥികൾ ഏത് രീതിയിലായിരിക്കണം ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടത്? ശ്രീ ജോസഫ് സി മാത്യു. ശ്രീ ബാജു ജോർജ്, ആ ചോദ്യം താങ്കളോട് ചോദിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ഏത് രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ കേരളം തൊഴിൽ പരമായ ഏരിയകളിൽ ഏത് രീതിയിലായിരിക്കണം സ്മാർട്ട് സിറ്റിയെ കാത്തിരിക്കേണ്ടത്? ഇതിനകത്ത് കേരളീയർക്ക് പ്രത്യേക മുൻഗണന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ? നമ്മുടെ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ IT ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. IT വാല്യൂ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലോ എൻഡിൽ വരുന്ന കോൾ സെന്റർ തുടങ്ങിയ സംരംഭങ്ങൾ ഇന്ന് മറ്റു രാജ്യങ്ങളിലേക്ക്, കൂലി കുറവുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാമോ ഫിലിപ്പൈൻസോ അതല്ലെങ്കിൽ സൗത്ത് അമേരിക്കയോ ചൈനയോ എന്നുള്ള സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ IT ഇൻഡസ്ട്രി ഇന്ന് ഹൈ എൻഡ് വാല്യൂ ഉള്ള ഈ വാല്യൂ ചെയിന്റെ ഹയർ ലെവലിലേക്ക് സാവധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഉള്ള ക്ലസ്റ്ററിലുള്ള ജോലി ചെയ്യാൻ സാധ്യതയുള്ള യങ്സ്റ്റേഴ്സിനെയാണ്. അങ്ങനത്തെ ജോലികൾ, ഹൈ വാല്യൂ ജോലികളാണ് ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ഒതുക്കുന്ന രീതിയിലാണ് സ്മാർട്ട് സിറ്റിയിലെ ക്ലസ്റ്റേഴ്സും സബ് ക്ലസ്റ്റേഴ്സും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ദുബായിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഓരോ സ്പെസിഫിക് ക്ലസ്റ്ററിനും അതിൻ്റെതായ ഒരു എക്കോ സിസ്റ്റം, അതിന് വേണ്ട വിജയത്തിന് വേണ്ട ധാതുക്കൾ എന്താണോ അതെല്ലാം ആഡ് ചെയ്ത് ഉള്ള സബ് ക്ലസ്റ്റേഴ്സുമാണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. അതേ ഒരു മോഡലാണ് ഇവിടെയും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ഡിജിറ്റൽ ഡിസൈൻ ക്ലസ്റ്റർ ഞങ്ങൾ ഓൾറെഡി അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഫേസ് 3 ഒരു എനർജി സബ് ക്ലസ്റ്ററിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് ദേ ക്യാൻ ബി ട്രെയിൻഡ് ആൻഡ് എംപ്ലോയിഡ് ഇൻ എ ഹൈ വാല്യൂ ജോബ്സ് ഇൻ കേരള. സ്മാർട്ട് സിറ്റി എന്ന് മാത്രമേ ഞാൻ ഒതുക്കി പറയുന്നില്ല, കേരളത്തില് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും സ്മാർട്ട് സിറ്റി മൂലം കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടാവുക. നമ്മൾ സാവധാനം കോൾ സെന്ററിൽ നിന്ന് അങ്ങനത്തെ ലോ വാല്യൂ ജോബ്സിൽ നിന്ന് ഹൈ വാല്യൂ ജോബ്സിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഞാൻ ചടങ്ങിലേക്ക് പോകേണ്ട സമയമേ, അതുകൊണ്ട് ദയവേത് ഞാനൊന്ന് പോകാൻ അനുവദിക്കും. വളരെയധികം നന്ദി ശ്രീ ബാജു ജോർജ്, ഈ തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം അല്പസമയം സഹകരിച്ചതിന്. ഏതായാലും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ, ഉദ്ഘാടനം നിർവഹിക്കാൻ, നാടിന് സമർപ്പിക്കാൻ ഇനി മണിക്കൂറുകളില്ല, മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 11 മണിക്ക് തന്നെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്മാർട്ട് സിറ്റി കേരളത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. സനൂപ് ശശിധരൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. സനൂപ്, തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 11 മണിക്ക് തന്നെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണല്ലേ പ്രതീക്ഷ? സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് കേരളത്തിന്റെ വലിയ സ്വപ്ന പദ്ധതിയാണ്. അത് 11 മണിക്കാണ് അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞു. വലിയ വീഡിയോ വാളുകൾ ഇവിടെ വരുന്ന എല്ലാ കമ്പനികളുടെയും പ്രൊഫൈലുകൾ പ്രദർശിപ്പിക്കും. 27 കമ്പനികളാണ് ആദ്യഘട്ടത്തിൽ ഉള്ളത്. ഇവർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് നിലനിർത്തിയിരിക്കുകയാണ്. ഇന്നലെ ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ സ്മാർട്ട് സിറ്റി കൊച്ചിയുടെ വൈസ് ചെയർമാൻ പോലും ഇക്കാര്യം നാളെ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചത്. ഒപ്പം തന്നെ രണ്ടാം ഘട്ടത്തിലെ കോ പാർട്ട്നേഴ്സിന്റെ കാര്യവും നാളെ പ്രഖ്യാപിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇവിടെ കാണിച്ച ചില ഡിസ്പ്ലേകൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിൽ നിന്നുള്ള കമ്പനികൾ അടക്കമുള്ളവർ ആദ്യഘട്ടത്തിൽ സ്മാർട്ട് സിറ്റിയിൽ വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമാണ് ആദ്യഘട്ടത്തിൽ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ 5500 പേർക്ക് നേരിട്ട് ജോലി ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ 400 കോടിയാണ് ആദ്യഘട്ടത്തിൽ നിക്ഷേപമായി ഇറക്കിയിരിക്കുന്നത്. രണ്ടാം ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കുന്നു. അതും 3 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും
എന്നാണ് പ്രതീക്ഷ പ്രകടിപ്പിക്കപ്പെടുന്നത്. 2020 ഇതിന്റെ അവസാന ഘട്ടം, അതായത് മൂന്നാം ഘട്ടവും പണി പൂർത്തിയാക്കി ഏകദേശം 1 ലക്ഷത്തോളം പേർക്ക് നേരിട്ട് ജോലി ലഭിക്കും. IT രംഗവും ഒപ്പം തന്നെ IT മാത്രമായിരിക്കില്ല, മൂന്നാം ഘട്ടം കൂടെ വരുമ്പോൾ മൊബിലിറ്റി ഹബ്ബ് വരുന്നു, ഒപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. അങ്ങനെ വിവിധ ക്ലസ്റ്റേഴ്സുകളായി തിരിച്ചുകൊണ്ടായിരിക്കും സ്മാർട്ട് സിറ്റിയിൽ പിന്നീടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാം. എടുത്തു പറയേണ്ടത് പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ സ്മാർട്ട് സിറ്റി കെട്ടിടം പണിഞ്ഞിരിക്കുന്നത് എന്നാണ്. പ്ലാറ്റിനം ആണ്, ലീഡ് പ്ലാറ്റിനം കാറ്റഗറിയിലാണ് ഇതിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കെട്ടിടത്തിന് അത്രയും വലിയ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. പരിസ്ഥിതിക്ക് അത്രയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ്. കടമ്പ്രയാറിന്റെ തീരത്താണ് ഇത്. കടമ്പ്രയാറിന്റെ തീരത്ത് വാക്ക്വേ അടക്കമുള്ളവയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ്, മാസ്റ്റർ പ്ലാനെല്ലാം തയ്യാറാക്കി തന്നെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ടത് ആദ്യഘട്ടത്തിൽ 5500 പേർക്കാണ്. 90,000 പേർക്ക് ജോലി ലഭിക്കുമെന്നാണ് സ്മാർട്ട് സിറ്റി തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത്. 5500 പേർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കുന്നു. 6.5 ചതുരശ്ര ലക്ഷം അടി ആണ് വിസ്തൃതിയുള്ള കെട്ടിടമാണ് ഉയർന്നത്. ഇതിൽ 1 ലക്ഷം ചതുരശ്ര അടി സ്ഥലം മാത്രമാണ് ഇനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇതിനോടകം തന്നെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു, അതായത് കമ്പനികൾക്ക് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. 1 ലക്ഷത്തിന് അടുത്ത് ഉള്ള ഒരു കെട്ടിടം, ഒരു നില മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനും വൈകാതെ തന്നെ ആളുകൾ വരും. ലോ സ്കൂളുകൾ വരുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു, ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്നു. പിന്നീട് വീടുകൾ, ഹൗസിംഗ് അടക്കമുള്ള റെസിഡൻഷ്യൽ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു, മൊബിലിറ്റി ഹബ്ബ് വരുന്നു. അങ്ങനെ വലിയ വിപുലമായ ഒരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പൂർണ്ണമാകുമ്പോൾ, മൂന്നാം ഘട്ടം കൂടെ പൂർത്തിയാകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 12 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. 2004 ജൂലൈയിലാണ് ഇത് സംബന്ധിച്ചുള്ള ആദ്യ ചർച്ച നടക്കുന്നത്. പിന്നീട് അനൗദ്യോഗിക ചർച്ചകൾ തുടങ്ങിയ ശേഷം ഔദ്യോഗിക ചർച്ചകൾ നടക്കുന്നത് ഡിസംബറിലായിരുന്നു. അടുന്നിങ്ങോട്ട് പല കാരണങ്ങളുണ്ടായിരുന്നു, പല വിവാദങ്ങളുണ്ടായിരുന്നു. സ്ഥലം സംബന്ധിച്ച വിവാദങ്ങളുണ്ടായിരുന്നു. സ്ഥലത്തിന്റെ സെസ് പദവി ലഭിക്കുന്നത്, ഒറ്റ സെസ്സായി ലഭിക്കുന്നതിനെ സംബന്ധിച്ച തർക്കങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പാട്ടക്കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അവർ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ കരാർ ഉണ്ടാക്കുകയായിരുന്നു. 2007 പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇങ്ങോട്ട് പണി മുന്നോട്ട് നീങ്ങിയത്. പിന്നീടാണ് സെസ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതെല്ലാം മറികടന്നുകൊണ്ട് 34 മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യഘട്ടത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 18 മാസം കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ സാധിച്ചേക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതെങ്കിലും ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാൻ 34 മാസം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ 12 വർഷത്തെ ദീർഘമായ കാത്തിരിപ്പിനെ കുറിച്ച് ഇന്നലെ നമ്മൾ ടീകോം അധികൃതരോട് തന്നെ ചോദിച്ചിരുന്നു. കാരണം കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ശേഷമാണ് അവർ മാൾട്ട സ്മാർട്ട് സിറ്റിയെ കുറിച്ച് ആലോചിക്കുകയും പക്ഷേ ആദ്യം തന്നെ മാൾട്ടയിലെ സ്മാർട്ട് സിറ്റി പ്രവർത്തനക്ഷമമാവുകയും ചെയ്തു. അതിന് നമ്മൾ ചോദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ കാത്തിരിപ്പ് വലിയൊരു കാത്തിരിപ്പായിട്ട് നിങ്ങൾ കാണുന്നില്ല. പ്രത്യേകിച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ കാത്തിരിപ്പ് പക്ഷേ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. സംശയങ്ങളുണ്ടാകാം, അത് ദൂരീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയും. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോയത്, കാത്തിരിക്കാൻ തയ്യാറായത്. ആ കാത്തിരിപ്പിന് ബലം കാണുന്നു. ഇതിനിടയിൽ മറ്റ് സംസ്ഥാനങ്ങളും ഇതേപോലെ സ്മാർട്ട് സിറ്റികൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തങ്ങളെ സമീപിച്ചിരുന്നു. അവരുടെയെല്ലാം പ്രാരംഭ ചർച്ചകൾ നടത്തിയെങ്കിലും പക്ഷേ ഒന്നും തന്നെ ഞങ്ങൾ കമ്മിറ്റ് ചെയ്തില്ല. കാരണം കൊച്ചി സ്മാർട്ട് സിറ്റിയിലായിരുന്നു ഞങ്ങളുടെ എല്ലാ തരത്തിലും ഞങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത്. അതിൻ്റെ പ്രവർത്തന വിജയം അനുസരിച്ച് തന്നെയായിരിക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ചർച്ചകൾ മതി, അല്ലെങ്കിൽ പദ്ധതി ഏറ്റെടുത്താൽ മതി എന്നൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാത്തിരുന്നത്. ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ സമീപിച്ചിരുന്നു. കൊച്ചി സ്മാർട്ട് സിറ്റിയിലാണ് പക്ഷേ തങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. എടുത്തു പറയേണ്ട രാജ്യത്തെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി കൂടിയാണ് കൊച്ചി സ്മാർട്ട് സിറ്റി. ദുബായ് ടീകോമിന് 3 ഇപ്പോൾ സ്മാർട്ട് സിറ്റി ഉള്ളത്. കൊച്ചിയിലുണ്ട്, ഇപ്പോൾ ദുബായിലുണ്ട്, മാൾട്ടയിലുണ്ട്. ഈ ഭാഗങ്ങളിൽ ഇവിടെയെല്ലാം ഇരിക്കുന്നവർക്ക് നേരിട്ട് ഒരു തടസ്സവും കൂടാതെ, വലിയ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ബിസിനസ് നടത്താം എന്ന് തന്നെയാണ്. ദുബായിലിരിക്കുന്ന ആൾക്ക് കൊച്ചി കേന്ദ്രീകരിച്ചും ബിസിനസ് നടത്താം, കൊച്ചിയിലിരിക്കുന്നവർ മാൾട്ട കേന്ദ്രീകരിച്ചും ബിസിനസ് നടത്താം എന്ന വലിയൊരു പ്രത്യേകത കൂടി, സവിശേഷത കൂടി സ്മാർട്ട് സിറ്റിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിക്ഷേപം ഇറക്കുന്ന കമ്പനികൾക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുകളും സാങ്കേതിക തടസ്സവും ഉണ്ടാവില്ല. ഇതിനെല്ലാം എളുപ്പത്തിൽ തന്നെ സർക്കാരുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ മറികടക്കാൻ കഴിയും. അത്തരം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പാണ് ഇന്നലെ ടീകോം അധികൃതർ നൽകിയിരിക്കുന്നത്. 12 വർഷം കാത്തിരുന്നു. 90,000 പേർക്ക് IT-യും അതുപോലെ തന്നെ IT അനുബന്ധമായ ജോലികളും ലഭിക്കും. ഈ പ്രദേശത്തിന്റെ വികസനം എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ വലിയ പദ്ധതി തന്നെയാണ്. ഇതിൽ ഒരു പാലം പണിയേണ്ടി വന്നു. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനിടയിലൂടെ കടമ്പ്രയാർ
കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഒറ്റ സെസ്സായി ലഭിക്കുക എന്നൊരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒറ്റ സെസ്സായി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഒറ്റ സെസ്സായി ലഭിച്ചാൽ മാത്രമേ വലിയ തോതിലുള്ള പദ്ധതി ആസൂത്രണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതിന്റെ പേരിൽ ഒരു തടസ്സമുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് 246 ഏക്കർ ഭൂമിക്കും ഒറ്റ സെസ് പദവി ലഭിച്ചു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിനെ കൊച്ചി സ്മാർട്ട് സിറ്റി കേന്ദ്രീകരിച്ച് നടത്താനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ടീകോം പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ മറ്റു സനൂപ് ആദ്യഘട്ടം പൂർത്തിയാക്കാനുണ്ടായ കാലതാമസവും കാത്തിരിപ്പിനെയും കുറിച്ചാണ് സനൂപ് സൂചിപ്പിച്ചത്. ഈ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ഇന്ന് നടക്കുന്നു. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണത്തിനും ഇതുപോലുള്ള കാലതാമസം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? നേരത്തെ ഉണ്ടായിരുന്ന അത്തരം തടസ്സങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു 12 വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഇതിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർമ്മാണം തുടങ്ങി 34 മാസം നീളാനുള്ള പ്രധാന കാരണം ഇതിന് പാരിസ്ഥിതിക അനുമതി വേണം. കെട്ടിടം പണിയുമ്പോൾ അതിനനുബന്ധിച്ചുള്ള അനുമതികൾ കിട്ടണം, ബിൽഡിംഗ് പെർമിറ്റുകൾ കിട്ടണം. ഇതെല്ലാം തന്നെ നേടിയെടുക്കാൻ ഏകജാലക സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കൂടി സമയം എടുത്തു എന്നുള്ള ഒരു വസ്തുതയാണ്. നിരവധി തവണ യോഗം ചേർന്ന ശേഷമാണ് പാരിസ്ഥിതിക അനുമതി കിട്ടിയത്. ഇപ്പോൾ രണ്ടാമത് ഘട്ടം ഇന്ന് നിർമ്മാണോദ്ഘാടനം നടക്കുകയാണ്. അതിന് 2 ബിൽഡിംഗ് പെർമിറ്റുകൾ അല്പം മുമ്പ് ബാജു ജോർജ് തന്നെ ഇതിന്റെ ഇന്ററിം CEO ബാജു ജോർജ് തന്നെ നമ്മളോട് പറഞ്ഞത് 2 കെട്ടിടങ്ങളുടെ ബിൽഡിംഗ് പെർമിറ്റുകൾ ആയി കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ അവർ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെല്ലാം കിട്ടുകയാണെങ്കിൽ അതിന് മുറയ്ക്ക് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇപ്പോൾ തന്നെ ഈ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് തുടങ്ങുമ്പോൾ ഇതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് തുടങ്ങുമെന്ന കാര്യം ഇപ്പോൾ നമുക്ക് പറയാനാവില്ല. കെട്ടിടത്തിന് ബിൽഡിംഗ് പെർമിറ്റ്, അതുപോലെ തന്നെ പാരിസ്ഥിതിക അനുമതി, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിയമപരമായിട്ടുള്ള ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം ലഭിച്ച ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ തുടങ്ങുകയുള്ളൂ. ഓൾറെഡി 2 കെട്ടിടങ്ങൾക്ക് 2 ബിൽഡിങ്ങിനുള്ള പെർമിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ബാജു ജോർജ് അല്പം മുമ്പ് നമ്മുടെ തന്നെ ചർച്ചയിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികം വൈകാതെ തന്നെ ആരംഭിക്കും. രണ്ടാം ഘട്ടം പക്ഷേ ഒന്നാം ഘട്ടം പോലെയല്ല, വളരെ വിപുലമാണ്. ഈ 6.5 ലക്ഷം ചതുരശ്ര അടിയല്ല, ഏകദേശം 47 ലക്ഷത്തോളം ചതുരശ്ര അടി കെട്ടിടമാണ് രണ്ടാം ഘട്ടത്തിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ വിപുലമായതാണ്. അത് എത്ര മാസം കൊണ്ട് പൂർത്തിയാകും? 3 വർഷം എന്നാണ് പറയുന്നത്. 3 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാകുമോ എന്ന കാര്യം ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാനാവില്ല. അത് കാത്തിരിക്കേണ്ട വലിയ തടസ്സങ്ങൾ പണ്ട് കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളല്ല ഇനി മുന്നോട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ. തടസ്സമല്ല, പ്രത്യേകിച്ച് ഇതിന്റെ സർട്ടിഫിക്കറ്റുകൾ, അതിനുവേണ്ട അനുമതികൾ ലഭിക്കുക എന്നത് മാത്രമാണ്. നേരത്തെ പാട്ടക്കരാർ സംബന്ധിച്ചും അതുപോലെ തന്നെ കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചുമുള്ള തർക്കമാണ് ഈ സ്മാർട്ട് സിറ്റിയെ ഇത്രയധികം വലിയ ഒരു കാലയളവിലേക്ക് നിർമ്മാണ കരാർ ഒപ്പിട്ട് അതിന്റെ പ്രവർത്തനോദ്ഘാടനത്തിലേക്ക് വൈകിയ ഇത്രയും കാലയളവിലേക്ക് നീക്കിയത് കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചും ഒപ്പം തന്നെ ഭൂമിക്ക് കിട്ടേണ്ട സെസ് പദവിയെക്കുറിച്ചുമായിരുന്നു. റൈറ്റ്. സനൂപ് ശശിധരനാണ് കൊച്ചിയിൽ നിന്നും സ്മാർട്ട് സിറ്റി ഉദ്ഘാടനത്തിന്റെ വിശദ വിവരങ്ങൾ നൽകിയത്. ഏതായാലും കാത്തിരിപ്പിനും കാലതാമസങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ അറുതി വരുത്തിക്കൊണ്ട് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം കൃത്യം 11 മണിയോടുകൂടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടം നാടിനായി സമർപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പരിപാടി ബഹിഷ്കരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി ചടങ്ങ് ഉദ്ഘാടനത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുന്ന മുറയ്ക്ക് സനൂപിലേക്ക് തിരികെ എത്താം.